കഴിഞ്ഞ ദിവസം നമ്മൾ സീക്വലുകളെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ബോളിവുഡിലാണ് ഇതിനിപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അവിടെ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകളെല്ലാം അവിടുത്തെ വമ്പൻ വിജയങ്ങളായ പല പടങ്ങളുടെയും സീക്വലുകൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ വാർത്ത. അതിനു മുന്നോടിയായി തന്നെ പല ഇൻഡസ്ട്രികളിലും സീക്വലുകൾ പിറന്നിട്ടുണ്ട്, അതും വമ്പൻ വിജയമായ ചിത്രങ്ങളുടെ സീക്വലുകൾ. എന്നാൽ ബോളിവുഡിൽ അതൊന്നും കൂടുതലാണെന്ന് മാത്രം. എല്ലാ വിജയ ചിത്രങ്ങൾക്കും സീക്വലുകൾ അവർ ഒരുക്കുകയാണ്. ഈ സീക്വലുകളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മോളിവുഡിലും പല സീക്വലുകളും ഉണ്ടാകുന്നു എന്ന വാർത്തകൾ വരികയാണ്. കഴിഞ്ഞ ദിവസം പുലിമുരുകൻ 2 പറ്റിയുള്ള വാർത്തകളാണ് വന്നതെങ്കിൽ ഇത്തവണ മറ്റൊരു ഗംഭീര ചിത്രത്തിന്റെ സീക്വൽ വരാൻ പോകുന്നു, അതും മോഹൻലാലിന്റെ തന്നെ. പ്രിയദർശൻ മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് വരുന്നത്. പ്രിയദർശൻ ഒരുക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ 100ാമത്തെ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി വരുന്നു എന്ന വാർത്ത അടുത്തിടെ വന്നിരുന്നു. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് മോഹൻലാൽ തന്നെ എത്തുകയുണ്ടായി. മലയാള സിനിമയിലെ ശ്രദ്ധേയ കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്നു പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട്. പ്രിയദർശൻ സ്വതന്ത്ര സംവിധായകനായ ആദ്യ ചിത്രത്തിൽ തന്നെ മോഹൻലാൽ ആയിരുന്നു നായകൻ. 1984 പുറത്തിറങ്ങിയ പൂച്ചക്കൊരു മുക്കുത്തിയായിരുന്നു ആദ്യ ചിത്രം. താളവട്ടം, തേന്മാവൻ കൊമ്പത്ത്, കിലുക്കം, കാലാപ്പാനി തുടങ്ങി മലയാളി എക്കാലവും ഓർത്തുവെക്കുന്ന ചിത്രങ്ങളും ഈ കൂട്ടുകെട്ടിൽ പിന്നീടെത്തി. ഇപ്പോഴിതാ കരിയറിൽ 100 ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് പ്രിയദർശൻ. 100ാം ചിത്രത്തിലും നായകനാകുന്നത് മോഹൻലാൽ ആയിരിക്കും. പ്രിയൻ 100ാം ചിത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു. ഒരു അഭിമുഖത്തിലായിരുന്നു മോഹൻലാൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പ്രിയദർശൻ എന്നിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്. തിരനോട്ടത്തിൽ വന്നു, നവോദയയിലേക്ക് ഞാനാണ് കൊണ്ടുപോകുന്നത്. അതൊരു കൂട്ടുകെട്ടായി മാറി. പ്രിയന്റെ ആദ്യ സിനിമ പൂച്ചക്കൊരു മൂക്കുത്തിയാണ്. ഒരു 3 സിനിമ കൂടി ചെയ്താൽ 100 സിനിമയാകും. 100ാമത്തെ സിനിമയിൽ ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വളരെ അപൂർവമായ കാര്യമാണ്. 100 സിനിമകൾ ചെയ്യുക എന്നത് തന്നെ വലിയ പ്രയാസമാണ്. ആദ്യത്തെ സിനിമയിലെ നായകൻ തന്നെ 100ാമത്തെ സിനിമയിലും അഭിനയിക്കുക എന്നതൊക്കെ മലയാളത്തിൽ മാത്രമേ സാധിക്കൂ. മലയാള സിനിമയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ 2000-3000 സിനിമകളൊക്കെ ചെയ്ത ആർട്ടിസ്റ്റുകളുണ്ട്. സുകുമാരി ചേച്ചിയൊക്കെ എത്ര സിനിമകൾ ചെയ്തെന്ന് അറിയില്ല. ക്യാമറാമാൻമാരും സംവിധായകരുമുണ്ട്. ചന്ദ്രകുമാറൊക്കെ 150 സിനിമയിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. IV ശശികുമാർ സാർ. പ്രിയന്റെ കാര്യമെടുത്താൽ മലയാളത്തിലെ മാത്രമല്ല തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് മോഹൻലാൽ പറയുകയുണ്ടായി. ഇനി ഒരു 3 ചിത്രം കൂടെ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 100ാം ചിത്രത്തിലേക്ക് എത്തുകയാണ് പ്രിയദർശൻ. ഈ കാര്യം പറയുമ്പോൾ ഇനി പ്രിയദർശൻ ചെയ്യാൻ പോകുന്നത് സെയ്ഫ് അലി ഖാൻ, അക്ഷയ് കുമാർ, മോഹൻലാൽ എന്നിവരെ അവതരിപ്പിക്കുന്ന പ്രിയദർശൻ 98, പ്രിയദർശൻ 99, പ്രിയദർശൻ 100 എന്നീ ചിത്രങ്ങളാണെന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. അക്ഷയ് കുമാറുമായി ഒന്നിക്കുന്ന സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഭൂത് ബംഗ്ല എന്ന ചിത്രത്തിന്റെ ഒരുക്കത്തിലാണ് പ്രിയദർശൻ ഇപ്പോൾ ഉള്ളത്. മറ്റേത് സെയ്ഫ് അലി ഖാനെ നായകനാക്കി പ്രിയദർശൻ ഒരുക്കുന്ന ഒപ്പം എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് ആണെന്നാണ് പറയപ്പെടുന്നത്. 100ാമത്തെ ചിത്രം എത്തുമ്പോൾ മോഹൻലാലിനെ വെച്ചുള്ള സിനിമ, അത് ഏത് ജോണറിലാണെന്നും എങ്ങനെയുള്ള ചിത്രമാണെന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അതാണ് പ്രിയദർശന്റെ 100ാമത്തെ ചിത്രം. ഇതുകൂടാതെ പ്രിയദർശന്റെ 101ാമത്തെ ചിത്രത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരാൻ പോകുന്നത് ഒപ്പം എന്ന സിനിമയുടെ 2ാം ഭാഗമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം എന്ന സിനിമയുടെ 2ാം ഭാഗത്തിലേക്ക് നീങ്ങിയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. പ്രിയദർശന്റെ ബോക്സ് ഓഫീസിൽ വമ്പൻ ഹിറ്റായ ഒരു ചിത്രമായിരുന്നു ഒപ്പം എന്ന ചിത്രം. മോഹൻലാലിന്റെ അന്തകഥാപാത്രം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. ഒരു ഗംഭീര വിജയമാണ് പ്രിയദർശന് നൽകിയതും പ്രിയദർശന്റെ ഒരു തിരിച്ചറിവ് കൂടിയായിരുന്നു മലയാളത്തിൽ ഈ ചിത്രം. ഹിന്ദി ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമായ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ഒപ്പം 2ന്റെ നിർമ്മാണത്തിൽ പങ്കാളിത്തം നിർവഹിക്കാൻ പോകുന്നത്. ഒരു ഹിന്ദി കൊളാബറേഷൻ ഈ ചിത്രത്തിന് സംഭവിക്കുന്നു എന്നതും എടുത്തു കാണണം. മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഒക്കെ നിർമ്മാതാക്കൾ എത്തുന്നു എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇപ്പോഴിതാ വീണ്ടും ബോളിവുഡിൽ നിന്നും നിർമ്മാതാക്കൾ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നു മോഹൻലാലിന്റെ അടുത്ത ചിത്രത്തിന് വേണ്ടിയെന്നാണ് പറയപ്പെടുന്നത്. ഒരു ദൃശ്യം മോഡലൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നതും നോക്കി കാണേണ്ടതാണ്. സെയ്ഫ് അലി ഖാനുമായി ഒത്തുള്ള ഒപ്പം എന്ന ചിത്രം ബോളിവുഡിൽ വിജയമാവുകയാണെങ്കിൽ ഇതിന് കൂടുതൽ സാധ്യത വരുമെന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ധർമ്മ പ്രൊഡക്ഷൻസ് എന്ന് പറയുമ്പോൾ കരൺ ജോഹറിന്റെ ഉടമസ്ഥതയിലുള്ള പ്രൊഡക്ഷൻ ഹൗസാണ്. കരൺ ജോഹറും മോഹൻലാലും അടുത്തിടെ മീറ്റ് ചെയ്തതും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒരു സിനിമാ കണക്ഷനിലേക്കൊക്കെ പോവുകയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുമ്പോൾ സൂചിപ്പിക്കുന്നതും. പ്രിയദർശന്റെ ഹിന്ദി സിനിമയായിട്ടുള്ള കണക്ഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ സാധ്യമാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പ്രിയദർശന്റെ 101ാമത്തെ ചിത്രം ഒപ്പം 2 എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഒരു ബോളിവുഡ് കൊളാബറേഷനും കൂടി ഇതിന് സംഭവിക്കുന്നു. അങ്ങനെയും ചില സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇപ്പോഴിത് റൂമറായി തന്നെയാണ് എത്തിയിരിക്കുന്നത്.